സ്ത്രീവിരുദ്ധ മുന്നണികളായ ഇന്ത്യ സഖ്യത്തെ രാജ്യത്തിലെ മഹിളകൾ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് 25, 26 തീയതികളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് മഹിളകൾ പങ്കെടുക്കുന്ന മഹിളകളുടെ പ്രതിഷേധ യാത്രകൾ, മാർച്ചുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഏപ്രിൽ മാസം 30-ന് ഉള്ളിൽ കേരളത്തിലെ 280 മണ്ഡലം കേന്ദ്രങ്ങളിൽ സമാനമായ മഹിളകളുടെ പ്രതിഷേധ പരിപാടികൾ, മഹിളാ മുന്നേറ്റ യാത്രകൾ ഞങ്ങൾ സംഘടിപ്പിക്കും. 250 മണ്ഡലം കേന്ദ്രം നടക്കുന്ന പരിപാടിയിൽ 10,000-കണക്കിന് മഹിളകൾ കേരളത്തിലുടനീളം ഈ പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കും. അതോടൊപ്പം സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള മഹിളാ നേതാക്കന്മാരെയെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ്. ഞങ്ങൾ CPM-ലെയും കോൺഗ്രസിലെയും മഹിളാ നേതാക്കന്മാരെയും ഈ പ്രചരണത്തിലെയും പ്രക്ഷോഭത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സീറ്റ് കിട്ടിയില്ല, പരിഗണിച്ചില്ല എന്നൊക്കെ വിലപിച്ചവരും പരാതിപ്പെട്ടവരും ധാരാളം പേർ അപ്പുറത്തെ പാർട്ടികളിലും മുന്നണികളിലെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഒരു അവസരമായിരുന്നു ഈ ബില്ല് പാസ്സായിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിക്കപ്പെടാതെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന കേരളത്തിലെ CPM-നെയും കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെയുള്ള എല്ലാ മഹിളാ നേതാക്കന്മാരെയും, രാഷ്ട്രീയമുള്ളവരെയും രാഷ്ട്രീയമില്ലാത്തവരെയും എല്ലാവരെയും ഞങ്ങൾ ഈ പ്രക്ഷോഭ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്താകെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യ സഖ്യത്തിന് സ്വാധീനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഈ ബില്ല് പരാജയപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഈ പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ രാജ്യത്താകെ മാതൃകാപരമായ രീതിയിൽ കേരളത്തിലെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി കേരള ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. പാർലമെൻറ്റ് സീറ്റ് വർദ്ധിപ്പിക്കാനെടുത്ത തീരുമാനം വനിതാ സമ്മേളനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നിനെ മറ്റൊന്ന് മായ്ച്ചു കളയാൻ വേണ്ടി കഴിയില്ല. കാരണം 2023 പാസ്സാക്കിയ നിയമം അനുസരിച്ച് 2026 ആരംഭിക്കുന്ന സെൻസസ് പ്രക്രിയ പൂർത്തീകരിച്ച് ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് പുതിയ മണ്ഡലങ്ങൾ രൂപീകരിച്ചതിന് ശേഷം മഹിളാ സംവരണം നടപ്പിലാക്കാം എന്നുള്ളതായിരുന്നു 2023 എടുത്തിട്ടുള്ള തീരുമാനം. പക്ഷേ അതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-12 വർഷം കാത്തിരിക്കേണ്ടി വരും. ഇന്നത്തെ നിലക്ക് 2029 അത് കഴിഞ്ഞ് 2034 തിരഞ്ഞെടുപ്പിൽ നടപ്പിലാകുമെന്ന് ഉറപ്പില്ല. കാരണം എപ്പോഴാണ് ഡീലിമിറ്റേഷൻ പ്രക്രിയ പൂർത്തിയാക്കുക? 2024 ആരംഭിക്കുന്ന സെൻസസ് പ്രക്രിയ എപ്പോൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും? ഇതിനെക്കുറിച്ച് ഒരു മുൻകൂട്ടി ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത്രയും വർഷം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അത്രയും കാത്തിരിപ്പ് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ നടപ്പിലാക്കുക. 2029 തിരഞ്ഞെടുപ്പിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത്. രണ്ടാമത് ഡീലിമിറ്റേഷൻ എന്നുള്ളത് സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ഡീലിമിറ്റേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് 2026 സെൻസസ് അനുസരിച്ചായാലും 2011 സെൻസസ് അനുസരിച്ചായാലും ഡീലിമിറ്റേഷൻ 2011 സെൻസസ് പ്രകാരം പോലും നടത്തിയാലും പോപ്പുലേഷൻ്റെ ബേസാണ് ഡീലിമിറ്റേഷൻ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുറവ് വരും. അത് പരിഹരിക്കാനാണ്. ഇന്നിപ്പോൾ ഇവർ പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കുറവ് വരുന്നതല്ലോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുറവ് വരാതിരിക്കാനാണ് നിലവിലുള്ള പ്രപ്പോഷൻ അനുസരിച്ച് എല്ലാവർക്കും തുല്യമായിട്ടുള്ള സീറ്റ് വർധനവുണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ സീറ്റ് വർധനവിലേക്ക് എത്തിയിട്ടുള്ളത്. അത് അംഗീകരിക്കാതെ കുഴിയിൽപ്പെട്ട് കിടക്കുകയാണ് പ്രതിപക്ഷം. അംഗീകരിച്ചാൽ കേരളത്തിന് പോലും ഗുണമായിരുന്നു. കേരളത്തിലെ MP-മാർ എന്ത് കണ്ടിട്ടാണ് അതിനെ എതിർത്തത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ 2011 സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ പൂർത്തീകരിച്ചാൽ കേരളത്തിന് നഷ്ടമാണ്. 2026 സെൻസസിനനുസരിച്ച് ഡീലിമിറ്റേഷൻ നടത്തിയാലും കേരളത്തിന് നഷ്ടമാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാക്കാത്തൊരു പാക്കേജാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഇവരിപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും കാണും.
എല്ലാ പാർട്ടിയിൽപ്പെട്ട മഹിളാ നേതാക്കന്മാരെയും. കാരണം ഈ ബില്ലിൽ ഒരു പ്രത്യേകത, ബില്ല് പാർലമെൻറ്റ് അവതരിപ്പിച്ചപ്പോൾ ഏതാണ്ട് എല്ലാ മഹിളാ നേതാക്കന്മാരും നിശബ്ദരായിരുന്നു. സംസാരിച്ച മഹിളാ നേതാക്കന്മാർ പോലും, ഈവൻ കോൺഗ്രസിൻ്റെ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചപ്പോൾ പോലും രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും പ്രിയങ്ക ഗാന്ധി ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ സംസാരിച്ച മഹിളാ നേതാക്കന്മാരെല്ലാവരും പാർട്ടി വിപ്പ് അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും മനസ്സ് ഈ ബില്ലിനോടൊപ്പമായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്ന കേരളത്തിലും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെയുള്ള മഹിളാ നേതാക്കന്മാർ, ഈവൻ ലീഗിൻ്റെ മഹിളാ നേതാക്കന്മാരടക്കം മനസ്സുകൊണ്ട് ഈ ബില്ല് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ എല്ലാവരെയും ഞങ്ങൾ നേരിട്ട് കാണും, അവരെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഓക്കെ, ഇതുപോരെ, ഇതിപ്പോൾ 2 ആഴ്ച കൂടിയല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ അല്ലാതെ പ്രതീക്ഷ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പ്രതീക്ഷ പറഞ്ഞതല്ലേ. 2 ആഴ്ച കാത്തിരിക്കാം, ഏതായാലും മോശമാവില്ല.